ബീഹാറിൽ കരുത്തറിയിച്ച് ഇന്ത്യ സഖ്യം. പട്നയിൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ആരംഭിച്ചു. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ദേശീയ സെക്രട്ടറി D രാജ ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുക്കുന്നത്. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ, നിതീഷ് കുമാർ, അതായത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാപകരിൽ ഒരാളായ നിതീഷ് കുമാർ കളം മാറി ചവിട്ടിയിട്ട് അധികമായില്ല. ഇപ്പോൾ ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശക്തി തെളിയിക്കുകയാണ് ഇന്ത്യ മുന്നണി ഒരു മഹാറാലിയിലൂടെ. ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്? വിനീത, ഇന്ത്യ മുന്നണിയുടെ മഹാറാലി ബീഹാറിൽ പട്നയിൽ പുരോഗമിക്കുകയാണ്. അല്പം മുമ്പ് റാലി ആരംഭിച്ച് വലിയ ജനപങ്കാളിത്തമാണ് ഈ റാലിക്ക് ഉള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ റാലിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത്. റാലിയിൽ ഇപ്പോൾ തേജസ്വി യാദവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ എല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ഭാഗത്താണെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുണ്ട്. അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ D രാജയും അതോടൊപ്പം സീതാറാം യെച്ചൂരിയും ഇടതു പാർട്ടികൾ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അതോടൊപ്പം ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളവരും വേദിയിൽ ഉണ്ട്. എന്താണെങ്കിലും ഒരു വലിയ രീതിയിലുള്ള ഒരു മഹാസമ്മേളനമാക്കി ഇതിനെ മഹാറാലിയാക്കി തന്നെ ഇതിനെ മാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ജൻവിശ്വാസ് റാലി എന്ന പേരിൽ RJD നേതാവ് തേജസ്വി യാദവ് നടത്തിയ യാത്ര കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് ഉണ്ട്. അതിന് സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് മഹാറാലിയാക്കി മാറ്റിയിരിക്കുന്നത്. എന്താണെങ്കിലും രൂക്ഷ വിമർശനം നരേന്ദ്രമോദി സർക്കാരിനും അതോടൊപ്പം തന്നെ NDAയ്ക്കും ഒക്കെ എതിരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് പുറത്തു പോയെങ്കിൽ പോലും സഖ്യത്തിന് ഒന്നും ബീഹാറിൽ സംഭവിച്ചിട്ടില്ല. ബീഹാറിൽ ഇപ്പോഴും ഇന്ത്യ സഖ്യം അത് ശക്തമായി തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ നേതാക്കളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ഒരു മഹാറാലി നടത്താനുള്ള തീരുമാനത്തേക്ക് എന്താണെങ്കിലും സഖ്യ നേതാക്കൾ എത്തിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. നിതീഷ് കുമാർ പോയതിന് പിന്നാലെ ഇന്ത്യ സഖ്യം അവിടെ തകർന്നു എന്നടക്കമുള്ള വാർത്തകൾ, അത്തരത്തിൽ വിമർശനങ്ങളൊക്കെ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര വലിയ ജനപങ്കാളിത്തത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനങ്ങൾ പൂർത്തിയായി വരികയാണ് ബീഹാറിൽ. ആ സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ മഹാറാലി തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണമായി തന്നെ അതിന്റെ തുടക്കം കുറിക്കലായി തന്നെ നമുക്ക് വിലയിരുത്താം. നിലവിലത്തെ സാഹചര്യത്തിൽ തീർച്ചയായും അവിടെ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ കഴിയും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിതീഷ് കുമാർ പോയെങ്കിലും സഖ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ വലിയ ജനപങ്കാളിത്തവും ഒപ്പം നേതാക്കളുടെ വാക്കുകളും എന്ന് വേണം പറയാൻ. വിനീത.